ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ US കാനഡ ട്രിപ്പിൻ്റെ 8ാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ മോൺട്രിയലിലാണുള്ളത്. ഇത് എൻ്റെ ട്രിപ്പിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഡേ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ എന്ന് തന്നെ പറയാം. കാര്യം നാളെ ഉച്ചയോടുകൂടിയാണ് എനിക്ക് ടൊറൻറ്റോ നിന്ന് തിരിച്ച് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ്. നാളെ പ്രത്യേകിച്ച് സൈറ്റ് സീയിങ് ഒന്നുമില്ല. സോ ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേ. ഇന്ന് രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടാണുള്ളത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ക്യൂബെക് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ട് ഒരു പാക്കേജ് ടൂറുള്ള ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബുക്ക് ചെയ്താൽ മാത്രം പോരാ, അവരെ വിളിച്ചിട്ട് ഇത് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഞാനത് വിട്ടുപോവുകയും ചെയ്തു. അത് കാരണം എന്ത് പറ്റി, അവർ വന്നില്ല. എന്നിട്ട് 8 o'clock ആയിരുന്നു പിക്കപ്പ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹോട്ടലിൻ്റെ അഡ്രസ്സെല്ലാം ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 8 മണിക്കും കാണാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറയണത് നിങ്ങൾ കൺഫേം ചെയ്തിട്ടില്ല, അത് കാരണം പിക്കപ്പ് അറേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. അവരുടെ അടുത്ത് കുറേ റിക്വസ്റ്റൊക്കെ ചെയ്ത് നോക്കി. അവർ പറഞ്ഞ് പറ്റില്ല, വണ്ടി ഓൾമോസ്റ്റ് വിട്ട് കഴിഞ്ഞു, അത് ഓൺ ദ വേ ആണ് ഇപ്പോൾ ക്യൂബെക് സിറ്റിയിലേക്കുള്ളത്. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ആ ഹോട്ടലിലെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഒരു നിയറസ്റ്റ് പോയിൻ്റ് ഇപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇതുള്ള ഒരു ബസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് അന്വേഷിച്ച് പോയെങ്കിലും എനിക്ക് അത് അവിടെ നിന്നും കിട്ടിയില്ല. അത് ഒന്നെങ്കിൽ അവർ പറഞ്ഞു തന്ന സ്ഥലം തെറ്റായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റേ ഇല്ല. പിന്നെ അവിടെ ഈ സംസാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രഞ്ചും സ്പാനിഷും അല്ലാണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരോടും നമുക്ക് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ വേറെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തിരിച്ച് ഡൗൺ ടൗണിൽ വന്നു. ഡൗൺ ടൗണിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. മഴ എന്ന് പറഞ്ഞാൽ നല്ല പെരുമഴ, കൂടാതെ നല്ല ഇടിയും മിന്നലും ഒക്കെ ആയിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മൗണ്ട് റോയലിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പകുതി വഴിയേ പോകാൻ പറ്റുള്ളൂ. ഇന്നത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം, എൻ്റെ മുകളിൽ വരെ കയറാം. ഇന്നേതായാലും ഫുൾ ഡേ ഒരു പ്ലാൻ ചെയ്യാത്ത ഒരു ഇതായത് കാരണം എൻ്റെ ഫുൾ ഡേ ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ മഴ ചതിച്ചത്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാൻ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെയുള്ള ഈറ്റൺ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. മാളിൽ കറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എനിക്കൊരു താല്പര്യമുള്ള കാര്യമൊന്നുമില്ല എന്നുണ്ടെങ്കിലും വേറെ മഴയായത് കാരണം പുറത്ത് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്ത കാരണം മാളിൽ കയറി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് മാളിൻ്റെ പുറത്തിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു മഴ മാറിയോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയൊരു അന്തരീക്ഷമായോ എന്നുള്ളത്. പക്ഷേ സിറ്റുവേഷൻ അപ്പോഴും മോശം തന്നെയായിരുന്നു. മഴ തീരെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തിരിച്ച് മാളിനകത്തേക്ക് തന്നെ വന്നു. മാളിനകത്ത് കുറേ കറങ്ങി നടന്ന് ടൈം സ്പെൻഡ് ചെയ്യാല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കൂടെ കുറേ തേരാപ്പാര തെണ്ടി നടന്നു. ഇത് വലിയൊരു മാളാണ്, ഈറ്റൺ സെൻറ്റർ എന്നാണ് പേര്. അവിടെയുള്ള എനിക്ക് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാൾസ് ഒന്നാന്ന് തോന്നുന്നു. വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ദുബായിൽ നിന്ന് പോകുന്ന ഒരാൾക്കെന്ന് പറയാൻ നേരത്തെ ഈ മാളൊന്നും അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ഇതായിരിക്കില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാളുള്ള എനിക്ക് തോന്നുന്നത് രാജ്യം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ UAE എന്ന് തന്നെ പറയുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. കുറേ കറങ്ങി നടന്നു, കുറേ വിൻഡോ ഷോപ്പിംഗ് നടത്തി, കുറേ ഓഫറൊക്കെ എഴുതി വെച്ചുള്ള കടകളിൽ കൂടെയൊക്കെ കയറി നടന്നു. പക്ഷേ ഓഫറൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളല്ലാണ്ട് അകത്ത് കയറുമ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു ഓഫറൊന്നും കണ്ടില്ല. ഓഫറുണ്ട്, പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കും വേണ്ടാത്ത കുറേ സാധനങ്ങൾക്ക് ഓഫർ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല നല്ല സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു മാളിൽ. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ മഴയായത് കാരണം എല്ലാവരും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മാളിലേക്ക് കയറിയൊരു ഇതുപോലെയാണ് എനിക്ക് തോന്നിയത്. സാധാരണ മാളിൽ കാണുന്ന പോലെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിനകത്തുണ്ട്. അതുപോലെ ഗെയിമിങ് റൂമുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. ഒരു കണക്കിന് മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും ഒരു തീരുമാനമാക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഈ ദിവസം എന്നുള്ളത്. മൗണ്ട് റോയലിലേക്ക് ഇനി എന്തായാലും പോകാൻ പറ്റില്ല. ഇനിയും പോയി കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എങ്ങാനും പോയി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുകയും ചെയ്യും. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് നടന്നൊരു ഫിലിപ്പ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ആ ഡൗൺ ടൗണിൽ തന്നെയുള്ള ഒരു സ്ക്വയറിൽ വന്നു. ഇത് കിങ് ആൽബർട്ട് എഡ്വേർഡിനുള്ള
നമ്മുടെ പഴയ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ രാജാവിൻ്റെ മോണുമെൻ്റാണ് കണ്ടത്. കുറേ നേരം ഫിലിപ്പ് സ്ക്വയറിൽ കൂടെ നടന്നു. ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് അന്തരീക്ഷവും തെളിഞ്ഞിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. പിന്നെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. ആ മെട്രോ സ്റ്റേഷനകത്തുള്ള ഒരു ഇതാ പറയുക, മക്ഗിൽ യൂണിവേഴ്സിറ്റിയോട് ചേർന്നിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് മക്ഗിൽ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ 1-2 ഷോപ്സ് കണ്ടത്. അപ്പോൾ അതിലും കൂടെ ഒന്ന് കയറി പിന്നെ നേരെ മെട്രോയിലേക്ക് നടന്നു. അപ്പോൾ തൽക്കാലം വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ടൗണിലേക്ക് തന്നെ പോവാം. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സ്ഥലമാണ് അവിടുത്തെ ഓൾഡ് ടൗൺ. അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നിട്ട് തിരിച്ച് പ്ലേസ് ദ ആർട്സിലേക്ക് പോകാമെന്നാണ് പരിപാടി. അവിടെ ജാസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും മ്യൂസിക്കൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അവിടെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഓൾഡ് ടൗണിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അധികം ദൂരമില്ല ഈ പ്ലേസ് ദ ആർട്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഓൾഡ് ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. തിരിച്ച് ഓൾഡ് ടൗണിലെത്തി. ഇവിടെ ചെന്നപ്പോഴും പർവ്വതര പുറത്ത് കറങ്ങി നടക്കാനുള്ളൊരു ഇതില്ലാത്ത കാരണം ബോട്ടിങ് നടക്കുന്ന ഓൾഡ് പോർട്ടിൻ്റെ അവിടുത്തെ പ്രൊമനേഡിലേക്ക് വന്നു. അവിടെ ഒരു ബോട്ട്, എന്താ പറയുക, ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ബോട്ട് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്താണ് $25 കനേഡിയൻ അതിൽ ചാർജ് ചെയ്യുന്ന 45 മിനിറ്റിലേക്കുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. എനിക്കുള്ള മഴ മാറിയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാന്ന് തോന്നുന്നു. നമ്മൾ കയറിയപ്പോഴാണ് പുള്ളി സീറ്റിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടത്. അപ്പോൾ ആ കണ്ട ബോട്ടിലാണ് ഞാൻ ഇന്നലെ ഒരു ക്രൂസ് നടത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു 1 hour ക്രൂസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോട്ടിൽ കയറി ഉടനെ തന്നെ അവരുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷനെ പറ്റിയിട്ടുള്ളൊരു ഇതെല്ലാം ഉണ്ടായിരുന്നു. അധികം ദൂരേക്കൊന്നും ബോട്ട് പോയില്ല. പ്രത്യേകിച്ചും ഇത് നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ഓപ്പറേറ്റഡ് ബോട്ടാണ്. അധികം സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. നോൺ പൊല്യൂട്ടിങ് ബോട്ട് എന്നൊക്കെയാണ് അവിടെ വലിയതായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനകത്തും ഈ ഫുഡും ലിക്കറൊക്കെ അവൈലബിൾ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും ഒന്നും മേടിച്ച് കുടിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. എവിടെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നതെന്നും ഈ ഒരു ചെറിയ ബോട്ടിൽ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ചും കാണാനൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ട് ആ ബോട്ടിൽ കയറി ഇരുന്നതാണ്. ഇന്നലെ പോയ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അധികം ദൂരേക്കൊന്നും പോകുന്നില്ല. ഈ ചുറ്റുവട്ടത്തെല്ലാം കറങ്ങി നടക്കുന്നുള്ളൂ. ആ തീരത്തിനോട് ചേർന്ന് ഉള്ള ഭാഗത്തൊക്കെയാണ് അത് ഈ ബോട്ട് കറങ്ങി നടക്കുന്നത്. ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നുള്ളൂ. പിന്നെ ആ ഗൈഡ് എല്ലാ കാര്യങ്ങളും 2 ഭാഷയിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, സ്പാനിഷിലും ഇംഗ്ലീഷിലും. ജാക്യോസ് കാട്ടിയ ബ്രിഡ്ജാണ് കാണുന്നത്. ഇന്നലെ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ മറ്റേ ബോട്ടിൽ പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ലാറോണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെറീനയുണ്ട്. ആ മെറീനയുടെ അകത്ത് കൂടെ തന്നെയാണ്, മെറീനയുടെ അകത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈഡ് ഓരോ യാർഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഇതിലൊക്കെ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഈ യാർഡിനെ പറ്റിയിട്ടും ഉള്ള വിവരങ്ങളൊക്കെ കേട്ടിട്ട്. From 1771, the first two versions burned down. ഈ മെറീനയിൽ സ്വന്തമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന യാട്ടുകളുണ്ട്. പിന്നെ റെൻ്റ് എടുക്കാൻ പറ്റുന്ന യാട്ടുകളുണ്ട്. ഒരു ദിവസത്തേക്കോ അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരാഴ്ചത്തേക്കോ വരെ റെൻ്റിന് കൊടുക്കുന്ന യാട്ടുകൾ ഈ കൂട്ടത്തിലുണ്ട്. ചെറിയ ബോട്ടാണെങ്കിലും അതിൽ റൈഡെല്ലാം കംഫർട്ടബിളാണ്. പറഞ്ഞ പോലെ പിന്നെ കുലുക്കോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും ഇതിങ്ങനെ റിവറായത് കാരണം സെൻറ്റ് ലോറൻസ് റിവർ കൂടെയാണ് പോകുന്നത്. അതിൽ പറഞ്ഞ പോലെ തന്നെ വലിയ ഓളം ഇതൊന്നും ഇല്ലാത്ത കാരണം സ്മൂത്ത് റൈഡാണ്.
45 മിനിറ്റ് റൈഡ് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. പിന്നെ വോൾട്ട് ടൗണിൽ കൂടെ ഒരു 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പ്ലേസ് ടെസ്റ്റ് ആർട്സിലേക്ക് പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരം ആകുമ്പോൾ അവിടെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജാസ് ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം എന്തെങ്കിലും ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കണ്ട് ടൈം കളയാന്ന് കരുതി. എനിക്ക് 11 മണിക്കാണ് ടൊറൻറ്റോയിലേക്കുള്ള ബസ്. അവിടെ നിന്ന് 7 മണിക്കൂർ വേണം ടൊറൻറ്റോയിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ടൊറൻറ്റോയിലെത്തും. പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് 2:30 ഉള്ളൂ ദുബായിലേക്കുള്ളത്. പിന്നെ എയർപോർട്ടിൽ ചെന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനിവിടെ പ്ലേസ് ടെസ്റ്റ് ആർട്സിലാണുള്ളത്. അവിടെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട്. 1-2 സ്റ്റേജിലായിട്ട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കാണാൻ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരു സ്റ്റേജിലെ പ്രോഗ്രാം കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് നടന്നു. ഇവിടെയാണ് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരെ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ആയിരിക്കും കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻ്റ് നടക്കുന്നുണ്ടാവുകയെന്ന്. അപ്പോൾ അവിടെ ഇതൊരു ലേഡി പാട്ട് പാടുന്നുണ്ട്. പക്ഷേ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അത്. എല്ലാവരെയും എൻഗേജ് ചെയ്യിച്ചിട്ടുള്ളൊരു ഇതായിരുന്നു, പ്രോഗ്രാമായിരുന്നു. പിന്നെ കുറച്ച് ഫാസ്റ്റ് ടെമ്പോയിലുള്ള പാട്ടുകളൊക്കെയാണ് ആ ലേഡി പാടിക്കൊണ്ടിരുന്നത്. അവരുടെ പേരും ഇതൊന്നും അറിയില്ല, ഏത് രാജ്യത്തു നിന്നാണെന്നുള്ള അറിയില്ല. എന്തായാലും വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്ത കാരണം അത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എൻ്റെ ആക്ച്വൽ പ്രോഗ്രാം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് പോവുക. 2.5 മണിക്കൂറാണ് മോൺട്രിയാലിൽ നിന്ന് ക്യൂബക് സിറ്റിയിലേക്കുള്ളത്. അവിടെ കുറേ 4-5 സ്റ്റോപ്പുകളാണുള്ളത്, ഇൻക്ലൂഡിങ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്, ഒരു പാലസ് ഉണ്ട്, അങ്ങനെ 4-5 സ്റ്റോപ്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ഒരു 8 o'clock അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നുള്ളതായിരുന്നു അവരോട് ആദ്യം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ ടിക്കറ്റിലും അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഓൾറെഡി. അത് കഴിഞ്ഞതിന് ശേഷം ഡൗൺ ടൗണിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഗാ ബസ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് കിട്ടാത്ത വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബാഗെല്ലാം അവിടുത്തെ തന്നെ വെച്ചു, ഹോട്ടലിൽ തന്നെ വെച്ചു. 2 ഗുജറാത്തികൾ നടത്തുന്ന ഹോട്ടലാണത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമില്ല, ഇവിടെ വെച്ചോളൂ, അവരെ ലോക്കറിൽ വെച്ചിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ വന്നെടുത്താൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ തിരിച്ച് പോയി. ഇവിടുന്ന് അധികം ദൂരമില്ല ഞാൻ താമസിക്കുന്നിടത്തേക്ക്. ഈ പ്ലേസ് ടെസ്റ്റ് ആർട്സ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ ടൊറൻറ്റോയിൽ ഈ ബസ് ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഇത് അവിടെ ടൊറൻറ്റോയിലേക്ക് പോകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ അവിടെ ഫ്ലൈറ്റിൽ പോകാനുള്ളവരോട് ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് പോവുക. എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഇന്നലെ പ്ലേസ് ടെസ്റ്റ് ആർട്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ ബാറ്ററി എല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഫുൾ ഡേ പുറത്തായത് കാരണം എനിക്കത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പവർ ബാങ്കും ഡെഡായി. രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി എയർപോർട്ടിൽ. ടൊറൻറ്റോ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടാണത്. ഇവിടെ നിന്നാണ് എനിക്ക് 2:30 മണിക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ടെർമിനൽ ലിങ്ക് ട്രെയിനാണിത്, എയർപോർട്ടിനകത്ത് തന്നെ ഉള്ളത്. വലിയൊരു എയർപോർട്ടാണ് ഈ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത് ടൊറൻറ്റോയിലെ. എയർപോർട്ട് ഇറങ്ങിയതിന് ശേഷം കുറേ എല്ലാം അവിടെ ചുറ്റി കിടന്ന് കണ്ടു എയർപോർട്ടെല്ലാം. ലോഞ്ചിൽ പോയിട്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെക്ക് ഇൻ ചെയ്യാനൊന്നും കൗണ്ടറൊന്നും തുറന്നിട്ടില്ല. രാവിലെ തന്നെ ആയത് കാരണം 11:30 മണിയൊക്കെ കഴിയും ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. ചെക്ക് ഇൻ കൗണ്ടർ തുറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെളുപ്പിനെ എത്തുകയും ചെയ്തു അവിടെ. അപ്പോൾ കുറേ നേരം എയർപോർട്ടിൽ കൂടെ കറങ്ങി കിടന്നു.
ബസ്സിൽ മറ്റേ ഇതുള്ളത് കാരണം എനിക്കിത് ചാർജ് ചെയ്യാൻ പറ്റി. ഫോണും മറ്റേ എൻ്റെ ഗോപ്രോവും ഇനി അടുത്തത് എന്താ പറയുക, കുറച്ച് ഒരാൾ കറങ്ങി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, കുറച്ച് ഉറങ്ങാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലോഞ്ച് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഹ്യൂജ് എയർപോർട്ടാണ്. കുറേ ദൂരം നടക്കാനാണെങ്കിൽ തന്നെ. ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് എല്ലാം എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ലോഞ്ച് കണ്ടുപിടിച്ച് ലോഞ്ചിൽ വന്നു. പിന്നെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് ചാരി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു കസേര ഉണ്ടായിരുന്നു. അതിനകത്ത് പോയി കിടന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങി അലാറമൊക്കെ വെച്ചിട്ട് ഫ്ലൈറ്റ് മിസ്സാവില്ല. കറക്റ്റ് ടൈമിൽ തന്നെ ചെക്ക് ഇൻ ചെയ്തു. ഇതിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എമിറേറ്റ്സിൻ്റെ A380 എയർബസ്സാണ് ദുബായിലേക്ക് പോകാനുള്ളത്. 12.5 മണിക്കൂറാണ് യാത്ര. അപ്പോൾ ഇനിയൊരു എന്താ പറയുക, ഒരു ട്രിപ്പും കൂടെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പുതിയൊരു രാജ്യവും. ഈ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.